നിങ്ങൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ടോ? ആ പണം തിരികെ ചോദിച്ചപ്പോൾ അതുവരെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ ബന്ധുവോ ആയിരുന്ന ആ വ്യക്തി പെട്ടെന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കരുതുന്നത് നമ്മളൊരു സഹായം ചെയ്യുകയാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ കുഴി സ്വയം കുഴിക്കുകയാണെങ്കിലോ? ഒരാളുടെ കഷ്ടപ്പാട് കണ്ട് മനസ്സ് അലിഞ്ഞ് കയ്യിലുള്ള പണം എടുത്തുകൊടുക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ രക്ഷിക്കുകയാണോ അതോ അവരുമായുള്ള ബന്ധം എന്നേക്കുമായി തകർക്കുകയാണോ ചെയ്യുന്നത്? ഇതൊരു ചെറിയ വിഷയമല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അസ്വാരസ്യങ്ങളും സങ്കടങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. പലപ്പോഴും പണം പോയാലും കുഴപ്പമില്ല, ബന്ധം പോയല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെയാണ് ആചാര്യ ചാണക്യന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അർഹതയില്ലാത്തവർക്ക് പണം കൊടുത്ത് സഹായിക്കുന്നത് പാമ്പിന് പാൽ കൊടുക്കുന്നത് പോലെയാണ് എന്ന്. പാമ്പിന് പാൽ കൊടുത്താൽ അതിന്റെ വിഷം കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളരെ കടുപ്പമേറിയ എന്നാൽ പച്ചയായ ഒരു സത്യമാണ്. എന്തുകൊണ്ട് ചാണക്യൻ പണം കൊടുത്ത് സഹായിക്കരുത് എന്ന് പറഞ്ഞു? ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രമെന്താണ്? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്രൂരമായി തോന്നാം. പക്ഷേ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും പണത്തിന്റെ പേരിൽ ഒരു ബന്ധം തകരില്ല എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ചാണക്യന്റെ ഈ തത്വശാസ്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാണക്യനീതി ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പലപ്പോഴും നമ്മൾ പണം കൊടുക്കുന്നത് സ്നേഹം കൊണ്ടോ ദയ കൊണ്ടോ ആണ്. അവൻ കഷ്ടപ്പെടുകയല്ലേ, എന്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനൊന്ന് സഹായിച്ചു എന്ന് നമ്മൾ സ്വയം പറയും. എന്നാൽ ചാണക്യൻ ചോദിക്കുന്നത് ഇതാണ്: നിങ്ങൾ സഹായിക്കുന്നത് ആ വ്യക്തിയെയാണോ അതോ അയാളുടെ ദുശീലങ്ങളെയാണോ? ഇതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ പണം കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം ആ വ്യക്തിയുടെ സ്വയം പരിശ്രമിക്കാനുള്ള ത്വരയില്ലാതാകുന്നു എന്നതാണ്. ഒരാൾ സാമ്പത്തികമായി പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒരുപക്ഷേ അയാളുടെ പ്ലാനിങ്ങിലെ കുഴപ്പമാകാം, അല്ലെങ്കിൽ അലസതയാകാം. ആ സമയത്ത് നിങ്ങൾ വെറുതെ പണം കൊടുത്തു നോക്കൂ. അയാൾ ആ പണം ഉപയോഗിച്ച് ആ പ്രശ്നത്തെ താൽക്കാലികമായി മറികടക്കും. പക്ഷെ പണമുണ്ടാക്കാനോ അത് മാനേജ് ചെയ്യാനോ അയാൾ പഠിക്കുന്നില്ല. ഫലമോ, കുറച്ചു കഴിയുമ്പോൾ അയാൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ കൈനീട്ടും. അപ്പോൾ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ മോശക്കാരനായി മാറും. ചാണക്യൻ പറയുന്നത് അപാത്രദാനം, അതായത് അർഹതയില്ലാത്തവന് കൊടുക്കുന്ന ദാനം കൊടുത്തവനെയും വാങ്ങിയവനെയും നശിപ്പിക്കുമെന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ബന്ധങ്ങളിലെ മാറ്റമാണ്. പണം കൈമാറുന്ന നിമിഷം മുതൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം മാറുന്നു. അതുവരെ നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ പണം കൊടുത്തുകഴിഞ്ഞാൽ ഒരാൾ കൊടുത്തവനും മറ്റേയാൾ കടക്കാരനും ആയി മാറുന്നു. ഈയൊരു മാറ്റം കണ്ണിന് കാണാൻ കഴിയില്ലെങ്കിലും മനസ്സിനുള്ളിൽ വലിയ മതിലുകൾ പണിയും. കടം വാങ്ങിയ വ്യക്തിക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു അപകർഷതാബോധം തോന്നും. ആ അപകർഷതാബോധം പതുക്കെ വെറുപ്പായി മാറും. അവന് പണമുള്ളതുകൊണ്ടല്ലേ അഹങ്കാരം എന്നവർ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങൾ പണം തിരികെ ചോദിക്കുമ്പോൾ അത് അവരുടെ അഭിമാനത്തെ മുറിവേൽപ്പിക്കും. ഇത്രയും നാളത്തെ പരിചയമുണ്ടായിട്ടും ആ പണത്തിനുവേണ്ടി അവൻ എന്നോട് ചോദിച്ചല്ലോ എന്നാകും അവരുടെ ചിന്ത. ഇതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത്, പണം കൊടുത്ത് സഹായിക്കുന്നത് വഴി നിങ്ങളൊരു ശത്രുവിനെ സൃഷ്ടിക്കുകയാണ് എന്ന്. ഇനി മറ്റൊരു വശം നോക്കാം. ചാണക്യനീതിയിൽ സമ്പത്ത് എന്നത് ഒരുവന്റെ ശക്തിയാണ്. അകാരണമായി അർഹതയില്ലാത്തവർക്ക് സമ്പത്ത് വീതിച്ചു നൽകുന്നത് സ്വന്തം ശക്തി ചോർത്തിക്കളയുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ പണം നിങ്ങളുടെ വിയർപ്പാണ്. അത് നിങ്ങളുടെ ഭാവിയുടെ സുരക്ഷിതത്വമാണ്. അത് വെറുതെ കളയാനുള്ളതല്ല. ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദയ വേണം, പക്ഷേ അത് മണ്ടത്തരമാകരുത് എന്നാണ്. ഒരാൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കാം, അറിവില്ലെങ്കിൽ വിദ്യ കൊടുക്കാം. പക്ഷേ മടിയനായ ഒരാൾക്ക് അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് പണം കൊടുക്കുന്നത് തീയിൽ നെയ്യൊഴിക്കുന്നത് പോലെയാണ്. അത് ആ പ്രശ്നത്തെ ആളിക്കത്തിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും ഇല്ല എന്ന് പറയാൻ മടിക്കുന്നതുകൊണ്ടാണ് പണം കൊടുക്കുന്നത്. ബന്ധം മോശമാകുമോ എന്ന ഭയം. പക്ഷെ സത്യമെന്താണെന്നാൽ പണം കൊടുക്കാതിരുന്നാൽ ഉണ്ടായേക്കാവുന്ന പിണക്കം പണം കൊടുത്തിട്ട് തിരികെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ശത്രുതയേക്കാൾ എത്രയോ ചെറുതാണ്. ഇല്ല എന്ന് പറയുന്നത് ഒരു കലയാണ്. ചാണക്യൻ പഠിപ്പിക്കുന്നതും അതാണ്. നയപരമായ പെരുമാറ്റം. നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അപ്പോൾ ആരെയും സഹായിക്കരുതെന്നാണോ? ഒരിക്കലുമല്ല. സഹായം പല വിധത്തിലാകാം. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ സുഹൃത്തിന് ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചു എന്ന് കരുതുക. പണം കൊടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് ആ ബിസിനസ് പരാജയപ്പെട്ടു എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കൂ. അല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടെത്താൻ സഹായിക്കൂ. പണമല്ല, വഴിയാണ് അവർക്ക് വേണ്ടത്. വഴി കാണിച്ചു കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. പണം കൊടുക്കുന്നവൻ വെറുമൊരു സ്പോൺസർ മാത്രമാണ്.
ചാണക്യൻ വിശ്വസിച്ചിരുന്നത് കഴിവിനെ വളർത്തുന്നതിലാണ്. ഒരാളെ ശക്തനാക്കുന്നത് അയാളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കുമ്പോഴാണ്. പണം കൊടുത്താൽ അയാൾ നിങ്ങളുടെ കാലിൽ തൂങ്ങിക്കിടക്കും. ഇതിലേതാണ് നല്ലത്? നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയുണ്ട്. മദ്യപാനത്തിനോ ധൂർത്തിനോ വേണ്ടി പണം ചോദിക്കുന്നവർ. ഇവർക്ക് പണം കൊടുക്കുന്നത് സഹായമല്ല, മറിച്ച് പാപം ആണ് എന്ന് ചാണക്യനീതി വ്യാഖ്യാനിക്കാം. കാരണം ആ പണം കൊണ്ട് അവർ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കും. ആ നാശത്തിന് പണം കൊടുത്ത നിങ്ങളും ഉത്തരവാദിയാണ്. കർമ്മഫലം നിങ്ങളെയും പിന്തുടരും. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് കേട്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയൊരു അനുഭവമുണ്ടായിട്ടുണ്ടാകാം. പണം കൊടുത്ത് ബന്ധം തകർന്നതോ സഹായിച്ചിട്ട് തിരികെ പഴികേട്ടതോ ആയ അനുഭവങ്ങൾ. അത് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ എക്സ്പീരിയൻസ് എന്ന് ഒന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങളുടെ അനുഭവം മറ്റുള്ളവർക്കും ഒരു പാഠമാകട്ടെ. ഇനി നമുക്ക് ചാണക്യൻ നൽകുന്ന പരിഹാരങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ പണക്കിണിയിൽ നിന്ന് രക്ഷപ്പെടുക? ആദ്യത്തെ നിയമം, നിങ്ങളുടെ വരുമാനവും സമ്പാദ്യവും രഹസ്യമായി വയ്ക്കുക. ചാണക്യൻ പറയുന്നു, ധനനാശം, മനസ്താപം, ഗൃഹഛിദ്രം, വഞ്ചനം, അപമാനം എന്നിവ ബുദ്ധിമാൻ ഒരിക്കലും വെളിപ്പെടുത്തരുത്. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട് എന്ന് മറ്റുള്ളവർക്കറിയാമെങ്കിൽ അത് അവരുടെ അവകാശമാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ എപ്പോഴും ഒരു സ്വകാര്യത സൂക്ഷിക്കുക. രണ്ടാമത്തെ നിയമം, അർഹത പരിശോധിക്കുക. ഒരാൾക്ക് പണം കൊടുക്കുന്നതിനു മുൻപ് അയാൾക്ക് അത് തിരികെ തരാനുള്ള കഴിവുണ്ടോ എന്നും ആ പണം അയാൾ നല്ല കാര്യത്തിനാണോ ഉപയോഗിക്കുന്നത് എന്നും ഉറപ്പുവരുത്തുക. വെറും വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കരുത്, ബുദ്ധി കൊണ്ട് തീരുമാനിക്കുക. മൂന്നാമത്തെ നിയമം, കൊടുത്താൽ തിരികെ കിട്ടില്ല എന്ന് ഉറപ്പുള്ള തുക മാത്രം കൊടുക്കുക. ഇത് വളരെ പ്രധാനമാണ്. ഒരു സുഹൃത്തിന് അത്യാവശ്യഘട്ടത്തിൽ 5000 രൂപ കൊടുത്താൽ നിങ്ങളുടെ സാമ്പത്തിക നില തകരില്ലെങ്കിൽ അത് കൊടുക്കാം. പക്ഷേ ആ പണം തിരികെ കിട്ടിയില്ലെങ്കിലും ആ സുഹൃത്തിനെ വെറുക്കരുത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കണം. അതിന് കഴിയുമെങ്കിൽ മാത്രം കൊടുക്കുക. അതായത് അതൊരു കടമായല്ല, ദാനമായി കാണുക. നാലാമത്തെ നിയമം, ജാമ്യം നിൽക്കരുത്. ചാണക്യൻ ശക്തമായി എതിർത്ത ഒന്നാണിത്. മറ്റൊരാളുടെ സാമ്പത്തിക ബാധ്യതയ്ക്ക് നിങ്ങൾ തലവെച്ചു കൊടുക്കരുത്. അത് അവസാനം നിങ്ങളുടെ നാശത്തിൽ കലാശിക്കും. ഇനി നമുക്കിതിന്റെ ഒരു ആഴത്തിലുള്ള വശം കൂടി നോക്കാം. എന്തുകൊണ്ടാണ് പണം മനുഷ്യനെ ഇത്രയധികം മാറ്റുന്നത്? പണം ഒരു ഊർജ്ജമാണ്. അതിന് മനുഷ്യന്റെ സ്വഭാവം മാറ്റാനുള്ള കഴിവുണ്ട്. ചാണക്യൻ പറയുന്നത്, പണം കയ്യിൽ വരുമ്പോൾ മനുഷ്യന്റെ അഹങ്കാരം കൂടും, പണം പോകുമ്പോൾ നിരാശയും കൂടുമെന്നാണ്. നമ്മൾ മറ്റൊരാളെ സാമ്പത്തികമായി സഹായിക്കുമ്പോൾ നമ്മൾ അയാളുടെ വിധിയെ തിരുത്താൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ അയാൾ അനുഭവിക്കേണ്ട പാഠങ്ങൾ പഠിക്കാൻ അയാൾക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് ആവശ്യമായിരിക്കും. ആ സമയത്ത് നമ്മൾ ഇടപെട്ടതില്ലാതാക്കിയാൽ അയാൾ പഠിക്കേണ്ട പാഠം പഠിക്കാതെ പോകും. അത് ഭാവിയിൽ അതിലും വലിയ ദുരന്തത്തിന് കാരണമാകും. ഒരു യഥാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ ബന്ധു നിങ്ങളുടെ പണത്തെയല്ല, നിങ്ങളുടെ സാമീപ്യത്തെയാണ് ആഗ്രഹിക്കുക. എനിക്ക് പണം തന്നില്ലെങ്കിൽ നീ എന്റെ സുഹൃത്തല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർ ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തായിരുന്നില്ല. അവർ നിങ്ങളുടെ പണത്തിന്റെ സുഹൃത്ത് മാത്രമായിരുന്നു. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ പണം ചോദിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുന്നു എന്നത് ഒരു ദുർവിധിയാണ്. പക്ഷേ അത് തിരിച്ചറിയുന്നത് നല്ലതാണ്. ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നത് ക്രൂരതയല്ല, മറിച്ച് പ്രായോഗിക ബുദ്ധിയാണ്. ലോകം എങ്ങനെയാണോ അങ്ങനെ അതിനെ കാണാൻ പഠിക്കുക. എല്ലാവരും നല്ലവരാണ് എന്ന് വിചാരിച്ച് കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ആവശ്യങ്ങൾക്കുമുള്ളതാണ്. അത് അശ്രദ്ധമായി മറ്റുള്ളവർക്ക് കൊടുത്ത് നശിപ്പിക്കാനുള്ളതല്ല. ദാനം മഹത്തരമാണ്, പക്ഷേ അത് സത്പാത്രത്തിൽ നല്ല കൈകളിലായിരിക്കണം എന്ന് മാത്രം. ഒരു കാര്യം കൂടി ഓർക്കുക, നിങ്ങൾ ഇന്നൊരാളെ പണം കൊടുത്ത് സഹായിക്കുമ്പോൾ നാളെ അയാൾക്ക് വീണ്ടും ആവശ്യം വരുമ്പോൾ നിങ്ങൾ തന്നെ കൊടുക്കണം എന്നയാൾ പ്രതീക്ഷിക്കും. ഒടുവിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു ദിവസം വരും. അന്ന് അയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും. ഇത്രയും നാൾ തന്നില്ലേ, ഇപ്പോൾ എന്താ തരാത്തത് എന്ന് ചോദിക്കും. അതാണ് മനുഷ്യപ്രകൃതി. നന്ദി എന്നത് വളരെ കുറച്ചുകാലം മാത്രം നിൽക്കുന്ന ഒരു വികാരമാണ്. എന്നാൽ അത്യാഗ്രഹം അവസാനമില്ലാത്തതാണ്. അതുകൊണ്ട് സ്നേഹം നിലനിർത്താൻ പണം കൊടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. എന്റെ കയ്യിൽ ഇപ്പോൾ സൗകര്യമില്ല എന്ന് സ്നേഹത്തോടെ, എന്നാൽ ഉറച്ച സ്വരത്തിൽ പറയാൻ പഠിക്കുക. അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് കരുത്ത് നൽകും. സഹായിക്കണം, തീർച്ചയായും സഹായിക്കണം. പക്ഷേ അത് അവരെ മടിയന്മാരാക്കാത്ത രീതിയിലാകണം. അവർക്ക് പണമുണ്ടാക്കാനുള്ള വഴി പറഞ്ഞുകൊടുക്കുക. അവർക്ക് ജോലി ശരിയാക്കി കൊടുക്കുക. അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. അതാണ് ശാശ്വതമായ സഹായം. ചാണക്യൻ പറഞ്ഞതുപോലെ, കാരുണ്യം നല്ലതാണ്, പക്ഷേ അത് സ്വന്തം നാശത്തിന് കാരണമാകരുത്. സ്വയം സംരക്ഷിക്കാൻ കഴിയാത്തവന് ലോകത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വാക്കുകൾക്ക് വജ്രത്തേക്കാൾ തിളക്കമുണ്ട്. നമ്മുടെ ചുറ്റും നോക്കിയാൽ കാണാം, പണത്തിന്റെ പേരിൽ തകർന്ന കുടുംബങ്ങൾ, മിണ്ടാതായ സഹോദരങ്ങൾ, ശത്രുക്കളായ കൂട്ടുകാർ. ഇതിനെല്ലാം കാരണം കൃത്യമായ സാമ്പത്തിക അതിരുകൾ ഇല്ലാത്തതാണ്. നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുൻപ്
ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലൂടെ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുക. സത്യം കൈപ്പേറിയതാണ്, പക്ഷേ അത് മരുന്നാണ്. മധുരമുള്ള കള്ളങ്ങളേക്കാൾ നല്ലത് കൈപ്പേറിയ സത്യങ്ങളാണ് എന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ആയുധമാണ്. അത് അനാവശ്യമായി താഴെവെക്കരുത്. ബുദ്ധിപൂർവം ജീവിക്കുക. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഓർക്കുക, പണം കൊടുത്താൽ ബന്ധം പോയി, പണം കൊടുത്തില്ലെങ്കിൽ ബന്ധം മാത്രമേ പോകൂ, പണം കയ്യിലിരിക്കും. ബുദ്ധിമാൻ രണ്ടാമത്തേത് തെരഞ്ഞെടുക്കും.